ഹലോ, അപ്പോൾ നമുക്കിന്നൊരു സാധനം ഉണ്ടാക്കിയാലോ? ഇന്ന് ഏട്ടൻ്റെ ഓഫ് ഡേ ആണ്, അതുകൊണ്ട് അറിയാലോ, ചിക്കൻ. പിന്നെ ഇല്ലേ, ഈ ചിക്കൻ കാണുമ്പോൾ എൻ്റെ ഏട്ടനുണ്ടല്ലോ, ഈ ചക്കക്കൂട്ടം കണ്ട ഗൃഹിണി പിള്ളേരില്ലേ, ആ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഞാനിന്ന് കാല് പിടിച്ച് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പരീക്ഷണങ്ങളൊന്നും വേണ്ട, സാധാ പോലെ മതിയെന്ന്. ആ റിക്വസ്റ്റ് മാനിച്ചിട്ട് ഇന്ന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കരിമസാല, വിനാഗിരി, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ചിക്കനിൽ പുരട്ടി കൊടുക്കണുള്ളൂ. ഇതൊക്കെ ഒന്ന് പുരട്ടി കുറച്ച് നേരം ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. അടുത്തത് എൻ്റെ ഡ്യൂട്ടിയാണ്, പച്ചക്കറികൾ, വെജിറ്റബിൾസ്. നമ്മളിത് ബ്രൊക്കോളി, ഒരു കൊട്ട് ബ്രൊക്കോളി എടുത്തിട്ടുണ്ട്. അതുകൂടാതെ പിന്നെ നമ്മൾ ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കം. ബ്രൊക്കോളി കണ്ട ഒരു ലോഡ് ഞാൻ പുഴുങ്ങാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റും ക്യാപ്സിക്കവും എല്ലാം നല്ല നീളത്തിലാണ് ഞാൻ അരിഞ്ഞ് എടുത്ത് വെക്കുന്നത്. പിന്നെ നമ്മൾ ബ്രൊക്കോളിയൊക്കെ പകുതി വേവ് ആയപ്പോഴത്തേക്കും ഞാനതൊന്ന് ഊറ്റി മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ ഒരു സാധനത്തിൻ്റെ കറക്റ്റ് ടൈമിങ്ങും കണക്കൊന്നും എനിക്കറിയില്ല, കാരണം അത് പ്രോപ്പറായിട്ട് പ്രവർത്തിപ്പിക്കാനായിട്ട് എനിക്കറിയാൻ പാടില്ല. അതുകൊണ്ട് അതിൻ്റെ ഫുൾ ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുന്നത് ഏട്ടനാണ് കേട്ടോ. അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തൂവിയിട്ട് നമ്മൾ സംഭവം ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞുകൂട്ടി വെച്ചിരിക്കുന്ന ആ ഒരു കുറേ കഷ്ണങ്ങൾ പച്ചക്കറി അതിൻ്റെ മേലോട്ട് വെച്ചു. 5 മിനിറ്റ്സ് ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ 5 മിനിറ്റ് കൊണ്ട് വെന്തില്ല ക്യാപ്സിക്കവും ക്യാരറ്റൊന്നും. പക്ഷെ പിന്നെ നമ്മൾ വേവിക്കാൻ നിന്നില്ല, കാരണം പച്ചക്കറികൾ പച്ചയ്ക്ക് കഴിക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു ഇത്. എന്തായാലും ഇന്ന് ഫുൾ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, കാരണം പരീക്ഷണങ്ങളൊന്നും ഉണ്ടായില്ല.